2025 സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മൾ പ്രതീക്ഷിച്ചതും പ്രതീക്ഷിക്കാത്തതുമായ ഒരുപാട് സൈനിങ്ങുകൾ ഇതിനോടകം തന്നെ കൺഫേം ആയി. അലക്സാണ്ടർ ആർണോൾഡും ഡീൻ ഹ്യൂസിനും റയൽ മാഡ്രിഡിലേക്ക് പോയപ്പോൾ ലിവർപൂളിലേക്ക് ഫ്ലോറിയൻ വെർട്സും ജെറമി ഫ്രിംപോങ്ങും മിലോസ് കെർക്കസും വന്നു. അതുപോലെ ആർസനലിലേക്ക് വിക്ടർ ഗ്യോക്കറേഷ്, മാർട്ടിൻ സുബിമെൻഡി, അങ്ങനെ എത്ര സൈനിങ്ങുകൾ. പ്രീമിയർ ലീഗിലെ കണക്കുകൾ മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ചെൽസി, ആർസനൽ, ലിവർപൂൾ, യുണൈറ്റഡ്, സിറ്റി, ടോട്ടനം എന്നീ ടീമുകൾ മാത്രം സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഏകദേശം 8,318 കോടി രൂപയാണ്. ആൻഡ് ദ ക്രേസി തിങ് ഈസ്, ഇത് ഇവിടെ ഒന്നും നിൽക്കാൻ പോകുന്നില്ല. ബിക്കോസ് യൂഷ്വലി പ്രീമിയർ ലീഗിന്റെ സമ്മർ ട്രാൻസ്ഫർ ഡെഡ് ലൈൻ ഡേ ഓഗസ്റ്റ് 31-നാണ്. ഈ വർഷം അതൊരു ഞായറാഴ്ച ആയതുകൊണ്ട് അത് സെപ്റ്റംബർ 1-ലേക്ക് നീട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ടീം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈനിങ്സിനെ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഡോണ്ട് വറി, ഒരു മാസം കൂടി ഇനിയും സമയമുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഒരു മാസ കാലയളവിൽ യൂറോപ്പിൽ ഇനിയും നടക്കാൻ സാധ്യതയുള്ള 5 ബ്ലോക്ക് ബസ്റ്റർ ട്രാൻസ്ഫറുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ലിവർപൂൾ, റയൽ മാഡ്രിഡ്, ചെൽസി എല്ലാവർക്കും പറ്റിയ ട്രാൻസ്ഫേഴ്സ് ഉണ്ട്. സോ തുടങ്ങാം. 5ാമത്തെ ട്രാൻസ്ഫർ അലഹാൻഡ്രോ ഗർനാച്ചോ ടു ചെൽസി. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഈ ഒരു ട്രാൻസ്ഫർ റൂമറിന്റെ പുറകിലുള്ള മൊമെന്റം കുറഞ്ഞു വരികയാണ്. അതിന് കാരണം ചെൽസി ജെയ്മി കിറ്റൻസിനെ സൈൻ ചെയ്തതും അതിനുശേഷം ക്ലബ് വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായതുമാണ്. ഈ ഒരു സന്തോഷത്തിന്റെ ഇടയിൽ പലരും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. അടുത്ത സീസണിൽ ചെൽസിക്ക് ലെഫ്റ്റ് വിങ് കളിക്കാൻ പ്രോപ്പർ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഓപ്ഷൻ നിലവിലില്ല. ജെയ്മി കിറ്റൻസിന് പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇനി ബുണ്ടസ് ലീഗയിൽ നിന്ന് വരുന്ന ഒരു പ്ലെയർ പ്രീമിയർ ലീഗിൽ വന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാണ്ട് അവരിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കില്ല. മാർക്കോ മാരിൻ, ടിമോ വെർണർ, കായ് ഹവേർട്സ്, പുളിസിച്ച്, എൻകുങ്കു, ഇങ്ങനെ ചെൽസിയിൽ മാത്രം തന്നെ എത്ര പ്ലെയേഴ്സ് ആണ് വമ്പൻ ഹൈപ്പിൽ ഇവിടെ വന്നിട്ട് അവരുടെ പൊട്ടൻഷ്യൽ ഫുൾഫിൽ ചെയ്യാതെ പോയിട്ടുള്ളത്. ആൻഡ് ഗിറ്റൻസിന് വെറും 20 വയസ്സേ ആയിട്ടുള്ളൂ. ഇത്രയൊരു പ്രായത്തിൽ ഇങ്ങനെ ഒരു ലീഗിലേക്ക് വന്ന് ഇവിടെ ഒരു റെഗുലർ സ്റ്റാർട്ടറായി ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ്. ബാക്കി ചെൽസിക്കുള്ള ഓപ്ഷൻസ് 19 വയസ്സുള്ള ടൈറിക് ജോർജും മിഖായലോ മുഡ്രിക്കുമാണ്. ജോർജ് ഇസ് ടു യങ് ആൻഡ് മുഡ്രിക് ഇസ് ബാൻഡ്. സോ ഈ ഗർനാച്ചോ ട്രാൻസ്ഫർ മേക്സ് എ ലോട്ട് ഓഫ് സെൻസ്. വെറും 21 വയസ്സേ പ്രായമുള്ളെങ്കിലും പ്രീമിയർ ലീഗിൽ ഓൾറെഡി 93 മത്സരങ്ങൾ കളിച്ചുള്ള എക്സ്പീരിയൻസ് ഗർനാച്ചോയ്ക്കുണ്ട്. ആൻഡ് ഹി ഹാസ് നോ ഫ്യൂച്ചർ അറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഈ സമ്മറിൽ ഗർനാച്ചോയിനെ എന്തായാലും വിൽക്കണം. ദർ ഇസ് നോ അതർ വേ. നാപ്പോളി ഇൻട്രസ്റ്റ് കാണിച്ചിട്ടും ഇപ്പോഴും ഒരു പ്രീമിയർ ലീഗ് ക്ലബിന്റെ ഓഫറിനായി ഗർനാച്ചോ വെയിറ്റ് ചെയ്യുകയാണെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ. യുണൈറ്റഡിന്റെ ആസ്കിംഗ് പ്രൈസ് ഏകദേശം 60 മില്യൺ പൗണ്ടാണ്. ആൻഡ് ചെൽസി ബിലീവ് ഇറ്റ് ഷുഡ് ബി ലെസ് ദൻ 50 മില്യൺ. അതുകൊണ്ടാണ് ഈ ട്രാൻസ്ഫറിൽ ഇപ്പോൾ ഇത്രയും ഡിലേ വന്നിരിക്കുന്നത്. യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഗർനാച്ചോയെ വിൽക്കുക എന്നുള്ളതൊരു വലിയ ആവശ്യമായതുകൊണ്ട് തന്നെ ചെൽസി ഹോപ്പ് ചെയ്യുന്നത് ഈ ഒരു ഡീല് മാക്സിമം ഡിലേ ആവും തോറും യുണൈറ്റഡ് ആ ആസ്കിംഗ് പ്രൈസ് കുറച്ച് കുറയ്ക്കും എന്നാണ്. ഇന്നലെ വരെ ഞാൻ വിശ്വസിച്ചിരുന്നത് ഈ ഒരു ട്രാൻസ്ഫർ എന്തായാലും ഡെഡ് ലൈൻ ഡേയിൽ നടക്കുമെന്നാണ്. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കുറച്ച് അപ്ഡേറ്റുകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ചെൽസി RB ലൈപ്സിഗിന്റെ ഷാവി സിമൻസുമായിട്ട് ഒരു പേഴ്സണൽ അഗ്രിമെന്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ഗർനാച്ചോയിൽ ആസ്റ്റൺ വില്ലയും ടോട്ടൻഹാമും ചെറിയൊരു ഇൻട്രസ്റ്റും പ്രകടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് ചെൽസിക്ക് ലെഫ്റ്റ് വിങ് കളിക്കാൻ വേണമെങ്കിൽ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ യുണൈറ്റഡിന് ഗർനാച്ചോയെ വിൽക്കാൻ വേറെ 2 പ്രീമിയർ ലീഗ് ക്ലബ്ബുകളും ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ ട്രാൻസ്ഫർ ഇൻക്ലൂഡ് ചെയ്തതെന്ന് പറയാം. ദിസ് വീഡിയോ ഇസ് അബൌട്ട് ബ്ലോക്ക് ബസ്റ്റർ സൈനിങ്സ് അല്ലേ. ഷാവി സിമൻസ് ലൈപ്സിഗിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ബുണ്ടസ് ലീഗയിൽ നല്ലോണം പെർഫോം ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഉള്ളൊരു പ്ലെയർ ചെൽസിയിലേക്ക് വരുന്നു. ആ ഒരു സ്റ്റോറി നമ്മൾ ഒരുപാട് കേട്ട് മടുത്തൊരെണ്ണമാണ്. പക്ഷെ ഗർനാച്ചോ യുണൈറ്റഡിൽ നിന്ന് ചെൽസിയിലേക്ക് വന്ന അവിടെ ഒരു റിവെഞ്ച് ആർക്കിനുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട്. യൂറോപ്പ ലീഗ് ഫൈനലിന് ശേഷം ഗർനാച്ചോയുടെ കമന്റ്സ് കേട്ടാൽ അറിയാം അമോറിമുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എത്രത്തോളം വഷളായിരുന്നു എന്ന്. യുണൈറ്റഡ് തന്നെ വളരെ പബ്ലിക്കായിട്ട് തഴഞ്ഞതുകൊണ്ട് തന്നെ ഗർനാച്ചോയ്ക്ക് ഒരു ഡയറക്റ്റ് റൈവലിനെ ജോയിൻ ചെയ്ത് അവർക്കിട്ട് തിരിച്ച് പണി കൊടുക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ എന്തായാലും ഉണ്ടാവും. 4ാമത്തെ ട്രാൻസ്ഫർ എമിലിയാനോ മാർട്ടിനേസ് ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഐ നോ ദിസ് സൗണ്ട്സ് ക്രേസി, പക്ഷെ നിങ്ങളൊരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ ആണെങ്കിൽ ഇത് അത്ര ക്രേസി ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ല. ആൻഡ്രെ ഒനാനയിൽ ഫുള്ളി കൺവിൻസ്ഡ് ആയ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനെ ഞാൻ ഇതുവരെ മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കാം. പക്ഷേ ആസ് എ ഗോൾ കീപ്പർ നിങ്ങളുടെ പ്രൈമറി ജോലി ഷോട്ട് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു ബേസിക് കാര്യം കൺസിസ്റ്റന്റ് ആയി ചെയ്യാത്ത ഒരു ഗോൾ കീപ്പറും ഒരു ടോപ്പ് ക്ലബിന്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായിട്ട് അധികകാലം വാഴില്ല.
ബിക്കോസ് ഗോൾ കീപ്പർമാർക്ക് ഫുട്ബോളിലുള്ള മാർജിൻ ഫോർ എറർ ബാക്കി ഏത് പൊസിഷനേക്കാളും വളരെ ചെറുതാണ്. ഒനാന ഇതിൽ അത്ര കൺവിൻസിങ് അല്ലെന്ന് മാത്രമല്ല, പ്രീ സീസണിന് മുമ്പായിട്ട് ദേ ഇപ്പോൾ ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറിയും സഫർ ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ഇഞ്ചുറി യുണൈറ്റഡ് പേടിച്ച അത്ര സീരിയസ് അല്ലെങ്കിലും ഒരു പുതിയ ഗോൾ കീപ്പറിനെ സൈൻ ചെയ്യുക എന്നുള്ളത് ഓൾഡ് ട്രാഫോർഡിൽ ഒരു വലിയ ആവശ്യകതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ടഫോഗോയുടെ ജോൺ വിക്ടർ, ആന്റ്വർപ്പിന്റെ സെമേ ലെമൻസ്, അറ്റലാന്റയുടെ മാർക്കോ കാർണസെക്കി, ഈ ഗോൾ കീപ്പേഴ്സ് എല്ലാം ഇതിനോടകം തന്നെ യുണൈറ്റഡുമായിട്ട് ലിങ്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ബട്ട് ദ പ്രോബ്ലം ഇസ് ഇവർക്ക് ആർക്കും പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഇല്ല. യുണൈറ്റഡിന്റെ റീസെന്റ് സൈനിങ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ കുറച്ചും കൂടെ പ്രീമിയർ ലീഗ് പ്രൂവൺ ആയ പ്ലേയേഴ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നത്. മറ്റേസ് കുഞ്ഞയുടെയും ബ്രയൻ എംബുഎമോന്റെയും കൂടെ മാർട്ടിനേസിനെയും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ഇൻ മൈ ഒപ്പീനിയൻ. ആസ്റ്റൺ വില്ലയോടും ഊനായ് എമറിയോടും എനിക്ക് ഒരുപാട് റെസ്പെക്ട് ഉണ്ട്. ഗ്രേറ്റ് മാനേജർ, ഗ്രേറ്റ് ക്ലബ്, ഗ്രേറ്റ് ഫാൻസ്. പക്ഷെ ഏതെങ്കിലുമൊക്കെ ലെവലിൽ നമ്മൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വലിയ ക്ലബിൽ നിന്ന് നല്ലൊരു ഓഫർ വരികയാണെങ്കിൽ മാർട്ടിനേസ് പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ബാർസലോണ എമി മാർട്ടിനേസിന് ഒരു നല്ല ഡെസ്റ്റിനേഷൻ ആണെന്നാണ്. പക്ഷേ ബാർസ ഇപ്പോൾ ജോൻ ഗാർസിയയിൽ ഇൻവെസ്റ്റ് ചെയ്തു ആൻഡ് വെരി ഗുഡ് ഡിസിഷൻ. ഒരു നല്ല ഗോൾ കീപ്പറിന് എപ്പോഴും ഡിമാൻഡ് ഉണ്ടാവും എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ മാർട്ടിനേസിന് ഇപ്പോൾ വയസ്സ് 32ആയി. ഇനി അടുത്തെങ്ങും ഇങ്ങനെ ഒരു നല്ല ഓഫർ ഒത്തുവരില്ലെന്ന് അദ്ദേഹം ചിന്തിച്ചാൽ അതിൽ നമുക്ക് തെറ്റ് പറയാനാവില്ല. ചില റിപ്പോർട്ടുകൾ പ്രകാരം യുണൈറ്റഡിന്റെ ഒരു ലോൺ ഓഫർ വില്ല റിജക്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇഫ് റിപ്പോർട്ട്സ് ആർ ടു ബി ബിലീവ്ഡ് ഏകദേശം 40 മില്യൺ പൗണ്ടിന് ഈ ട്രാൻസ്ഫർ ഡീൽ അക്സെപ്റ്റ് ചെയ്യാൻ വില്ല റെഡിയാണ്. യുണൈറ്റഡിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ കുഞ്ഞിയലും എംബുഎമയിലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അവർക്കിനി 1-2 പ്ലേയേഴ്സിനെ വിൽക്കാതെ ചിലപ്പോൾ ഇതിനുള്ള ഫണ്ട് റേസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഗർനാച്ചോ, സാൻജോ, ആന്റണി, മലാസിയ എന്നിവരാരും തന്നെ അടുത്ത സീസണിൽ കളിക്കില്ല എന്ന് അമോറിം ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇവരെ ആദ്യം സെല്ല് ചെയ്യുക എന്നുള്ളതായിരിക്കും യുണൈറ്റഡിന്റെ ഇനി നമ്പർ 1 പ്രയോറിറ്റി. ഈ 4 പ്ലേയേഴ്സിൽ ആരെങ്കിലും ഒക്കെ യുണൈറ്റഡിന് ഒരു ഡീസന്റ് പ്രൈസിന് സെല്ല് ചെയ്യാനായാൽ അവരുടെ ഭാഗത്ത് നിന്ന് മാർട്ടിനേസിനെ സൈൻ ചെയ്യാനുള്ള പുതിയൊരു ബിഡ് 100% നമുക്ക് പ്രതീക്ഷിക്കാം. മൂന്നാമത്തെ ട്രാൻസ്ഫർ ലൂയിസ് ഡിയാസ് ടു ബയൺ മ്യൂണിക്. ഈ ലിസ്റ്റിൽ നടക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഈ ട്രാൻസ്ഫർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി പറയാം. കാരണം ഇവിടെ രണ്ട് പാർട്ടികളുടെയും സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. ബയന്റെ നമ്പർ 1 പ്രയോറിറ്റി ഡിയാസ് ആണെങ്കിൽ ബാർസ റാഷ്ഫോർഡിനെ സൈൻ ചെയ്തതിന് ശേഷം ഇനി ഡിയാസിനെ ആൻഫീൽഡ് വിടണമെങ്കിൽ ബയൺ തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. കഴിഞ്ഞ സീസണിൽ 17 ഗോളുകൾ അടിച്ച് ലിവർപൂളിനൊപ്പം പ്രീമിയർ ലീഗ് ചാമ്പ്യൻ ആയിരുന്ന ഡിയാസ് ഈ സമ്മറിൽ പുതിയൊരു എക്സ്പീരിയൻസ് തേടുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനോടകം തന്നെ ഏകദേശം 67 മില്യൺ യൂറോ വരുന്ന ബയന്റെ ഓപ്പണിംഗ് ഓഫർ ലിവർപൂൾ റിജക്ട് ചെയ്തു എന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടു. പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഈ സമ്മറിൽ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കിയിട്ടുള്ള ക്ലബ്ബ് ലിവർപൂളാണ്. ഫ്ലോറിയൻ വെർട്സിന് നൽകിയ ബ്രിട്ടീഷ് റെക്കോർഡ് ട്രാൻസ്ഫർ ഫീ ഉൾപ്പെടെ അവർ ഏകദേശം 2469 കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട്. പ്ലെയർ സെയിൽസിൽ നിന്നും വെറും 506 കോടി മാത്രം റേസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അവരുടെ നിലവിലെ നെറ്റ് എക്സ്പെൻഡിച്ചർ നെഗറ്റീവ് 1963 കോടി രൂപയാണ്. സോ അറ്റ് സം പോയിന്റ് ദേ ഹാവ് ടു സെൽ സംവൺ. ഹ്യൂഗോ എക്കറ്റിക്കയെ സൈൻ ചെയ്തതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കാൻ ഒരു താല്പര്യമില്ലാത്ത ഡിയാസിനെ ലിവർപൂൾ പിടിച്ചു നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും റൂമറുകൾ അനുസരിച്ച് ഇനി വരും ദിവസങ്ങളിൽ ബയൺ ഡിയാസിനെ സൈൻ ചെയ്യാൻ ഒരു ഇംപ്രൂവ്ഡ് ഓഫർ, അതായത് ഏകദേശം 70 മില്യൺ യൂറോയുടെ ഒരു ഓഫർ സബ്മിറ്റ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ഒരു ഓഫർ സബ്മിറ്റ് ചെയ്യുമ്പോൾ ലിവർപൂൾ അത് അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് ഡിയാസും ബയണും ഹോപ്പ് ചെയ്യുന്നത്. ആൻഡ് എനിക്കതൊരു റിയൽ പോസിബിലിറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു ട്രാൻസ്ഫർ കൊണ്ട് അത് ലിവർപൂളിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ നമ്പർ 1 ട്രാൻസ്ഫറിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബട്ട് അതിനു മുമ്പ് നമുക്ക് രണ്ടാമത്തെ വൈൽഡ് ട്രാൻസ്ഫറിലേക്ക് കടക്കാം. ആൻഡ് അൺസർപ്രൈസിംഗ്ലി ഇതിലും ലിവർപൂൾ ഇൻവോൾവ്ഡ് ആണ്. രണ്ടാമത്തെ ട്രാൻസ്ഫർ ഇബ്രാഹിമ കൊണാട്ടെ ടു റിയൽ മാഡ്രിഡ്. ഈ സമ്മറിന്റെ തുടക്കത്തിൽ അലക്സാണ്ടർ ആർണോൾഡും കൊണാട്ടെയും അടുത്ത സീസൺ ഒരുമിച്ച് റയൽ മാഡ്രിഡിൽ കളിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലരൊക്കെ ചിലപ്പോൾ അത് തള്ളിക്കളഞ്ഞേനെ. പിന്നെ 2 പ്ലേയേഴ്സും ഒന്നും പോവില്ല, അർണോൾഡ് പോവായിരിക്കും, പക്ഷെ കൊണാട്ടേനെയും ലിവർപൂൾ വിട്ടുകൊടുക്കില്ല എന്ന് നമ്മളൊക്കെ വാദിച്ചേനെ. പക്ഷേ ദിസ് ഇസ് സ്റ്റിൽ എ റിയൽ പോസിബിലിറ്റി. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. റിയൽ മാഡ്രിഡ് ഓൾവേസ് വാണ്ട് ദ ബെസ്റ്റ് പ്ലേയേഴ്സ് ആൻഡ് ഇറ്റ്സ് ക്ലിയർ ദാറ്റ് ദേ അഡ്മയർ കൊണാട്ടെ. അതിന്റെ കാരണങ്ങളും വളരെ ഓബ്വിയസ് ആണ്. പ്രീമിയർ ലീഗിൽ പ്രൂവൺ ആയ വളരെ യങ് ആയ ഒരു സെന്റർ ബാക്ക്. ഈ ഒരു സെയിം പ്രൊഫൈലിൽ അവർ ഓൾറെഡി ഡീൻ ഹ്യൂസിനെ സൈൻ ചെയ്തു ആൻഡ് ഹീസ് ബീൻ അൺബിലീവബിൾ.
പ്രീമിയർ ലീഗ് കാണുന്ന നമുക്ക് ഹ്യൂസനെ നല്ലോണം അറിയാം. ബോൺമത്തിന് അത്ര ക്ലോസ് ആയിട്ട് നമ്മൾ എല്ലാവരും ഫോളോ ചെയ്തൊരു സീസൺ ആയിരുന്നു. ആൻഡ് ഹിസ് ക്വാളിറ്റീസ് ആർ വെരി എവിഡന്റ്. ബട്ട് ഈ 20 വയസ്സുകാരൻ റയൽ മാഡ്രിഡിലെ കോച്ചുകളെയും പ്ലേയേഴ്സിനെയും അവർ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ ഇംപ്രസ് ചെയ്തു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ റിയൽ മാഡ്രിഡിന് ഒരു സെന്റർ ബാക്കിന്റെയും കൂടെ ആവശ്യമുണ്ട്. റൂഡിഗർ, അലബ, മിലിറ്റാവോ ഇവർ 3 പേരും തന്നെ 38 ലീഗ് മത്സരങ്ങളുള്ള 10-15 ചാമ്പ്യൻസ് ലീഗ് മാച്ചസ് കളിക്കേണ്ടി വരുന്ന, അതുപോലെ തന്നെ കപ്പ് കോമ്പറ്റീഷനിലും ഇറങ്ങേണ്ട ഒരു റിഗറസ് ആയ സീസണിൽ ത്രൂ ഔട്ട് ആയിട്ട് ഡിപ്പെൻഡബിൾ അല്ല. പരിക്കായാലും ഏജ് ആയാലും ഇവരുടെ 3 പേരുടെ കാര്യത്തിലും അതൊരു വലിയ കൺസേൺ ആണ്. ഈ ഒരു സെയിം റോൾ കളിക്കാൻ റൗൾ അസൻസിയോ ഉണ്ട്. ആൻഡ് ഹിസ് പൊട്ടൻഷ്യൽ ഇസ് റിയലി ഹൈ. ബട്ട് ഹി ഹാഡ് എ ക്ലബ് വേൾഡ് കപ്പ് ടു ഫോർഗെറ്റ്. ശരിക്കും അസെൻസിയോന്റെ ഇൻഎക്സ്പീരിയൻസ് ഈ ടൂർണമെന്റിൽ വളരെയധികം എക്സ്പോസ്ഡ് ആയി. അതുകൊണ്ട് തന്നെ ഷാബി അലോൺസോ പുതിയൊരു നല്ല സെന്റർ ബാക്കിനെ കൊണ്ടുവരാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യും. കൊണാട്ടെ ലിവർപൂളായിട്ട് പുതിയൊരു കോൺട്രാക്ട് സൈൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവിടെ ലിവർപൂളിന് ഒരു റിസ്ക് എലമെന്റ് ഉണ്ട്. അടുത്ത സമ്മറിൽ കൊണാട്ടെ ഒരു ഫ്രീ ഏജന്റ് ആയിട്ട് റയൽ മാഡ്രിഡിലേക്ക് പോവും എന്നുള്ളൊരു റിസ്ക്. ബിക്കോസ് റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഒരു ട്രാൻസ്ഫറിൽ ഈ ഫ്രഞ്ച് ഡിഫൻഡർ ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. കൊണാട്ടെ സംബന്ധിച്ചിടത്തോളം ഈ ട്രാൻസ്ഫർ ഈ സമ്മറിൽ നടക്കുന്നതാണ് ഐഡിയൽ സിറ്റുവേഷൻ. ബിക്കോസ് അടുത്ത വർഷമായ ആർസണലിന്റെ വില്യം സലീബയും കോൺട്രാക്ടിന്റെ ലാസ്റ്റ് ഇയറിലേക്ക് കിടക്കും. അപ്പോൾ റയൽ മാഡ്രിഡിന് കുറച്ചുകൂടെ ഓപ്ഷൻസ് ആയി. എന്തായാലും റയൽ മാഡ്രിഡ് പറഞ്ഞിട്ടുള്ളത് 25 മില്യൺ യൂറോയിൽ കൂടുതൽ ഈ സമ്മറിൽ കൊണാട്ടയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യില്ലെന്നാണ്. ലിവർപൂൾ ആണെങ്കിൽ മിനിമം 50 മില്യൺ യൂറോ കിട്ടിയാലേ ഈ ട്രാൻസ്ഫർ ഈ സമ്മറിൽ സാങ്ഷൻ ചെയ്യുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. സോ ദർ ഇസ് എ ക്ലിയർ ഡിഫറൻസ്. ബട്ട് ദ തിങ് ഈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിവർപൂൾ ഈ സമ്മറിൽ ഓൾറെഡി ഒരുപാട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഭാവിയിൽ അവർക്ക് ഇനിയും പ്ലേയേഴ്സിനെ സെല് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നേക്കാം. ലൂയിസ് ഡിയാസ് എന്തായാലും പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ ഫെഡറിക്കോ കിയസയ്ക്കും ഡാർവിൻ ന്യൂനസിനും ഒക്കെ നല്ല ഓഫറുകൾ ലഭിക്കുകയാണെങ്കിൽ അവർ ഓക്കെയാണ്. പക്ഷെ അങ്ങനെ ഓഫറുകൾ വന്നില്ലെങ്കിൽ ഈ കൊണാട്ടയുടെ സിറ്റുവേഷൻ ചിലപ്പോൾ ലിവർപൂളിന് ഒന്നുകൂടെ റീകൺസിഡർ ചെയ്യേണ്ടി വരും. പിന്നെ ഈ ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ ലിവർപൂളിന് പുതിയൊരു സെന്റർ ബാക്കിനെ എന്തായാലും സൈൻ ചെയ്യണം. അവർക്ക് കുറച്ച് നാളായിട്ട് മാർക്ക് വേഹിയിൽ ഒരു ലോങ് സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ആസ്റ്റൺ വില്ലയുടെ S3 കോൺസെയും ലിവർപൂൾ ഇപ്പോൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ദിസ് ഇസ് എ ട്രാൻസ്ഫർ സാഗ ടു കീപ് യുവർ ഐസ് ഓൺ. ഇനിയാണ് നമ്പർ 1 ട്രാൻസ്ഫർ. ഇഫ് ദിസ് ഹാപ്പൻസ് ഇറ്റ് വിൽ ട്രൂലി ബ്രേക്ക് ദി ഇന്റർനെറ്റ്. വെറും ട്രാൻസ്ഫർ ഫീസോ പ്ലെയറിന്റെ ക്വാളിറ്റി കൊണ്ടോ മാത്രമല്ല, ഈ ഒരു സാഗേനെ ചുറ്റിപ്പറ്റി കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇറ്റ് ഈസ് ട്രൂലി വൈൽഡ്. ദിസ് ഇസ് എ ബോംബ ട്രാൻസ്ഫർ. അലക്സാണ്ടർ ഈസാക്ക് to Liverpool. നമുക്ക് ഈ ട്രാൻസ്ഫർ സാഗ ഒന്നും കൂടെ കംപ്ലീറ്റ് ആയിട്ട് നോക്കാം. ബിക്കോസ് ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. കഴിഞ്ഞ സീസണിന്റെ അവസാനം തൊട്ട് ന്യൂ കാസിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. അവർ ഈസാക്കിനെ ഒരിക്കലും വിൽക്കില്ല. അതിൽ കൂടുതൽ ചോദ്യം പറച്ചിലൊന്നുമില്ല. ഈ പ്ലെയറും ക്ലബ്ബ് വിടണം എന്നുള്ളൊരു സൂചന എവിടെയും ആർക്കും നൽകിയിട്ടുമില്ല. ന്യൂ കാസിൽ കാരബാവോ കപ്പ് അടിക്കുകയും ചാമ്പ്യൻസ് ലീഗിന് ക്വാളിഫൈയും കൂടെ ചെയ്തപ്പോൾ ഓബ്വിയസ്ലി അടുത്ത സീസണിലേക്കുള്ള പ്ലാനുകളിൽ ക്ലബ്ബ് വളരെ ഇന്റഗ്രൽ പാർട്ടായിട്ട് ഈസാക്കിനെ കൺസിഡർ ചെയ്തു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ആർസണലിൽ ഒരു പുതിയ നമ്പർ 9 തേടി പോയപ്പോൾ അവർ ഈസാക്കിൽ അധികം ഫോക്കസ് ചെയ്യാണ്ട് ഗ്യോക്കറേഷിനെ സൈൻ ചെയ്തത്. എന്തായാലും ഇതിനൊക്കെ ശേഷം ന്യൂ കാസിൽ ഹ്യൂഗോ എക്കറ്റിക്കയില് ട്രാൻസ്ഫർ ഇൻട്രസ്റ്റ് എക്സ്പ്രസ് ചെയ്തു. ആ സൈനിങ് ഈസാക്കിനെ റിപ്ലേസ് ചെയ്യാനല്ല, മറിച്ച് ഈസാക്കിനെ സപ്പോർട്ട് ചെയ്യാനാണെന്ന് അവർ വീണ്ടും വീണ്ടും എടുത്ത് പറയുകയും ചെയ്തു. ഇവിടെയാണ് ലിവർപൂളിന്റെ മാസ് എൻട്രി. ലിവർപൂൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ഈസാക്കിനെ വിൽക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ബ്രിട്ടീഷ് ട്രാൻസ്ഫർ ചരിത്രത്തിലെ റെക്കോർഡ് തുകയായ 150 മില്യൺ പൗണ്ട് നൽകാമെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ ഈസാക്കിനെ വിൽക്കുന്നില്ല എന്നാണ് ഇപ്പോഴും പറയുന്നതെങ്കിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്ത എക്കറ്റിക്കയ്ക്ക് ഞങ്ങൾ നെഗോഷിയേഷൻ തുടങ്ങും. ഇവിടെ നമ്മൾ ന്യൂ കാസിലിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ഉത്തരത്തിലുള്ളത് കിട്ടിയതുമില്ല, കക്ഷത്തിലുള്ളത് ചിലപ്പോൾ പോവുകയും ചെയ്യും. ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടും ന്യൂ കാസിൽ മനോധൈര്യം കൈവിടാതെ ഈസാക്കിനെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും ലിവർപൂള് ഫ്രാങ്ക്ഫർട്ടായിട്ട് എക്കറ്റിക്കയുടെ കാര്യത്തിൽ ഒരു അഗ്രിമെന്റിലെത്തി. ഇതിന് ശേഷമാണ് ഈസാക്ക് ആ ബോംബ് ഡ്രോപ്പ് ചെയ്യുന്നത്. എനിക്ക് ക്ലബ്ബ് വിടാൻ താല്പര്യമുണ്ട്. ഈ ന്യൂസ് ഡെയിലി മെയിൽ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ ദ ഇന്റർനെറ്റ് വെന്റ് ടു മെൽറ്റ് ഡൗൺ. ഇറ്റ് വാസ് ക്രേസി. ഈസാക്കിനെ ലിവർപൂൾ സൈൻ ചെയ്യണമെങ്കിൽ ഈ സമ്മറിൽ അവർ ഇനി ഒന്നും കൂടെ ബ്രിട്ടീഷ് ട്രാൻസ്ഫർ റെക്കോർഡ് ബ്രേക്ക് ചെയ്യണം. ആൻഡ് ദ സ്കേറി പാർട്ട് ഈസ്, ഇത്രയൊക്കെ പൈസ സ്പെൻഡ് ചെയ്തിട്ടും അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈസാക്കിനെ ഈസി ആയിട്ട് അഫോർഡ് ചെയ്യാം. പ്രീമിയർ ലീഗിന്റെ പ്രോഫിറ്റബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി റൂൾസ് ആയ PSR വെച്ച് നോക്കുകയാണെങ്കിൽ ലിവർപൂൾ ഈ സമ്മറിൽ സ്പെൻഡ് ചെയ്ത തുക മുഴുവൻ ഒരു 3 ഇയർ സൈക്കിളിലേക്ക് ഡിവൈഡ് ചെയ്ത്
ഓരോ ഇയറിലെയും സമ്മ് 105 മില്യൺ പൗണ്ടിന് മുകളിൽ പോയില്ലെങ്കിൽ അവർ സേഫ് ആണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളത് വായിച്ചു നോക്കുകയാണെങ്കിൽ ഈ സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ക്ലിയർ പിക്ചർ കിട്ടും. റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ സീസണിൽ മാത്രം ലിവർപൂൾ ജനറേറ്റ് ചെയ്ത റവന്യൂ ഏകദേശം 800 മില്യൺ പൗണ്ട് ആണ്. ഇതിന്റെ കൂടെ ആൻഫീൽഡ് റോഡ് എൻഡിൽ നിന്ന് വന്ന ടിക്കറ്റ് സെയിൽസും ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡിന്റെ ആനുവൽ വേജസിൽ വന്ന ഇളവും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫൈനാൻഷ്യലി ദേ ആർ പ്രിറ്റി ഓക്കെ. ഈസാക്കിനെ സൈൻ ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ ലിവർപൂളിന് കൊണാട്ടേനെയും ഡിയാസിനെയും കിയസിനെയും ന്യൂനേസിനെയും ഒക്കെ വിൽക്കേണ്ടി വരുമായിരിക്കും. പക്ഷേ എന്തൊക്കെ ചെയ്യേണ്ട വന്നാലും അവർ ഈ സൈനിങ്ങിന് വേണ്ടി പുഷ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. ബിക്കോസ് ദിസ് ഇസ് too good an opportunity to ignore. അപ്പൊ അതായിരുന്നു ഗൈസ് the 5 wildest transfers that can still happen this summer. ഈ സമ്മറിൽ നിങ്ങൾക്ക് കാണാൻ ഏറ്റവും താല്പര്യമുള്ള ട്രാൻസ്ഫർ ഏതാണെന്ന് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ആലോചിക്കുമായിരുന്നു നമ്മുടെ ചാനലിൽ എല്ലാ വെള്ളിയാഴ്ചയും ഒരു വീക്ക്ലി ട്രാൻസ്ഫർ റൗണ്ട് അപ്പ് വീഡിയോ ചെയ്താലോ എന്ന്. യൂറോപ്പിലെ എല്ലാ മേജർ ട്രാൻസ്ഫർ റൂമറും കൂടെ കമ്പൈൽ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ. ഇത് കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എന്നെ തീർച്ചയായിട്ടും അറിയിക്കുക. ഞാൻ എന്തായാലും ഈ ന്യൂസ് ഒക്കെ എല്ലാ ദിവസവും എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് വായിക്കുകയും കവർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ ഇങ്ങനൊരു വീഡിയോ ട്രൈ ചെയ്താലോ എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ആസ് ഓൾവേസ് യു ടേക്ക് കെയർ. Bye for now.